ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങളായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ വ്യത്യസ്തതയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏവരുടെയും ചിന്താഗതികളും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി സുഖങ്ങളായിക്കോട്ടെ ദുഃഖങ്ങളായിക്കോട്ടെ ഒക്കെ നേടിയെടുക്കുവാനായി നമ്മൾ കഠിനമായി പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തൊടുകുറി ശാസ്ത്രമാണ്. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ സത്യമുള്ള ശാസ്ത്രം തന്നെയാകുന്നു. വിശ്വാസമുള്ളവർക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല അറിവുകളായിരിക്കാം ഇതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഇത്തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാകുന്നു. സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ ചിത്രത്തിൽ അതിൻ്റേതായ ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. അപ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞ് ഭഗവാനെ നല്ലപോലെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു ചിത്രത്തിൻ്റെ പിന്നിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് നല്ലപോലെ വേദനിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് നിങ്ങൾ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കാര്യം ഒരുപക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനോ കഴിയുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ എങ്കിലും അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കാര്യം നേടിത്തരുന്നതിനുള്ള തടസ്സങ്ങളായി വന്നേക്കാം. ആവശ്യമില്ലാത്ത ശങ്കകൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട്. എല്ലാറ്റിനെയും ഒരു സംശയദൃഷ്ടിയോടെ കാണുന്നവരാണ് നിങ്ങൾ. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ സംശയത്തെ ശരിവയ്ക്കുന്ന രീതിയിലും വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെയൊക്കെ എല്ലാ കാര്യങ്ങളെയും കൂടുതൽ സംശയത്തോടെ കാണാനാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. കണ്ട മാത്രയിൽ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങൾ പ്രേരിതരാകുന്നു. ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പലരും നിങ്ങളെ അവരവരുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം നിറവേറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വലിച്ചെറിയുകയാണ് പതിവുള്ളത്. പല പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വരുമ്പോൾ ഈ ഒരു സ്വഭാവം മാറ്റിവെക്കാൻ പലരും നിങ്ങളെ ഉപദേശിച്ചിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും മാറി ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ശുദ്ധ ഹൃദയമാണ്. യാതൊരു തരത്തിലുള്ള കളവോ വഞ്ചനയോ നിങ്ങളുടെ മനസ്സിൽ പോലുമില്ല. ശുദ്ധ ചിന്താഗതിയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആരെയും തകർക്കുവാനോ വഞ്ചിക്കുവാനോ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. സമ്പത്തിനും പ്രശസ്തിക്കും മാത്രം മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ മനസ്സലിവ് തോന്നുന്ന ഒരു പ്രകൃതം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആത്മവിശ്വാസക്കുറവ് മൂലം നിങ്ങൾക്ക് അതിനുവേണ്ടി പലപ്പോഴും സാധിക്കാറില്ല എന്നതാണ് സത്യം. അതുമൂലം നിങ്ങൾക്ക് സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നടക്കുന്നില്ല. ഈശ്വരഭക്തി നിങ്ങൾക്കുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥയും വന്നു ചേരാറുണ്ട്. ഒരുപാട് പേർക്ക് തന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നന്മയും സ്നേഹവും കരുതലും കൊടുക്കുന്നവരാണ് നിങ്ങൾ. തിരിച്ച് നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു ഗുണാനുഭവവും ലഭിക്കാറില്ല എന്നത് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു ജീവിതമല്ല നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിലുണ്ട് നിങ്ങൾക്ക്. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്.
എന്തു കാര്യങ്ങൾ നിങ്ങൾ എപ്പോൾ ചെയ്താലും പറഞ്ഞാലും ഒരു പറ്റം ആളുകൾ അതിനെ തെറ്റായിട്ടാണ് എടുക്കാറുള്ളത്. പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഒക്കെയാണ് നിങ്ങൾക്ക് കേൾക്കാറുള്ളത്. ശരിയായ രീതിയിൽ നിങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്. വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഇനിയും സമയമെടുക്കുന്നതാണ്. ഈശ്വരാധീനക്കുറവുള്ളതായി കാണുന്നു. അതിനാൽ തന്നെ ഭഗവാനെ നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിക്കുക. ഇനി ഇത്തരത്തിലുള്ള വഴിപാടുകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നാമജപം പോലും അത്രത്തോളം പുണ്യമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും കാണാവുന്നതാണ്. ഭൂമി വിഷയവുമായോ അല്ലെങ്കിൽ സ്വത്ത് വിഷയവുമായോ ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. എന്നൊരു സ്വപ്നം പോലും സാക്ഷാത്കരിക്കാൻ കഴിയാത്തവരും നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളുടെ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടും. പക്ഷേ അതിനായി കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം. ഇതിനായി പല ദുർഘടങ്ങളും ഇനിയും നിങ്ങൾക്ക് താണ്ടേണ്ടതായി വരാനുള്ള സാധ്യതയും കാണുന്നു. പക്ഷേ ശുഭപ്രതീക്ഷ കൈവിടാതെ മുന്നേറുക. നിങ്ങൾ എത്രമാത്രം പ്രയാസത്തിലായാലും നിങ്ങളുടെ കുട്ടികളോ കുടുംബാംഗങ്ങളോ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കൊടുക്കാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെയധികം മൂല്യബോധത്തോടെ പെരുമാറാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ചിന്താഗതിയിലും മനസ്സിലും ചില മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. വിജയം സുനിശ്ചിതമാണ്. വ്യക്തി ജീവിതത്തിൽ സ്വന്തം കുടുംബത്തോട് വരെ വില കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് നിങ്ങൾ. കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുന്നവർ കൂടിയാണ്. വലിയ വലിയ ആഗ്രഹങ്ങൾ വച്ചു പുലർത്തുന്നവരല്ല നിങ്ങൾ. മനസ്സമാധാനവും സന്തോഷവും അല്ലലില്ലാതെ ഓരോ ദിവസവും കഴിഞ്ഞു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ തൻ്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങളും ഒരു കാലത്തും നടക്കില്ല എന്ന ചിന്തകൾ നിങ്ങളെ വളരെയധികം അലട്ടിയേക്കാം. പക്ഷേ നിങ്ങളുടെ ഇഷ്ടദേവീദേവന്മാരുടെ ഒരു സംരക്ഷണം എപ്പോഴും നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ പരീക്ഷണമായാലും അതിനെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മനസ്സിൽ അനാവശ്യമായ മോശം ചിന്തകൾ വരുമ്പോഴും മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോഴും ഒന്നോർക്കുക, ഈ സമയവും കടന്നുപോകും. വരാനിരിക്കുന്ന നാളുകൾ നിങ്ങൾക്ക് ശുഭകരമായ പല ഫലങ്ങളും കൊണ്ടുവരുന്നതാണ്. ഈ ഒരു വീടിന് വേണ്ടിയാണ് നിങ്ങളുടെ അതിയായ ആഗ്രഹമെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ്. ജീവിതത്തിൽ വളരെയധികം സത്യസന്ധതയോടെയും സ്നേഹസമ്പന്നതയോടെയും അതുപോലെ തന്നെ മനസ്സിൽ ധാരാളം നന്മയുള്ളവരുമാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. നിങ്ങളെ വിഷമിപ്പിച്ചവരോട് പോലും ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് വൈകിയാണെങ്കിലും വന്നു ചേരുന്നതാണ്. ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകുവാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. മനസ്സിനെ ധൈര്യമാക്കി വയ്ക്കുക. കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളൊക്കെ നിലനിൽക്കുവാനുള്ള സാധ്യത കാണുന്നു. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചു തീർക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ. നേരായ മാർഗത്തിലൂടെ പൈസ സമ്പാദിക്കുവാനും ജീവിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ഒരുപാട് പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ആരോടും ഒരു തരത്തിലുള്ള പരിഭവമോ ദേഷ്യമോ വെച്ചു പുലർത്തുന്നൊരു സ്വഭാവം നിങ്ങൾക്കില്ല. ജീവിതത്തിലെ പല മോശം സമയത്തും നിങ്ങളുടെ ദൈവിക ശക്തിയുടെ സാന്നിധ്യം നിങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ ഒരു ഉയർച്ച ഒരു സമയം വരെ ഉണ്ടായിരുന്നില്ല. ശത്രുഭയവും ശത്രുക്കളുടെ ശല്യവും നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആയുസ്സും ആരോഗ്യവും വേണ്ടുവോളം ഉള്ളവരാണ് നിങ്ങൾ. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിലും അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല.
വിദേശ യാത്രയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിദേശത്ത് ജോലിയൊക്കെ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിനൊക്കെ നല്ല സമയമാണ് ഇനി നിങ്ങൾക്ക് വരാനായി പോകുന്നത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുക തന്നെ ചെയ്യും. വരവ് ചിലവുകളൊക്കെ നന്നായി ചിന്തിച്ച് വളരെ ശ്രദ്ധയോടു കൂടി മാത്രം ചെയ്യാനായി ശ്രമിക്കുക. കുടുംബാംഗങ്ങളോടൊക്കെ കൂറു പുലർത്തുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാതെ സ്വന്തം ആശയങ്ങൾക്കും ആഗ്രഹത്തിനും മുൻതൂക്കം കൊടുക്കുക. മറ്റുള്ളവർ അവരവരുടെ ആവശ്യങ്ങൾക്കായി ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയേക്കാം. ആവശ്യം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കി പ്രവർത്തിക്കുക. ശുദ്ധഹൃദയമുള്ളവരായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.